Dear friends, welcome to COMAT. COMAT STO എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി മൊഡ്യൂളിലെ ജേണൽ ആൻഡ് ജേണൽ എൻട്രീസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജേണൽ ആൻഡ് ജേണൽ എൻട്രീസ് പാർട്ട് 3 ക്ലാസ്സിൽ ജേണൽ, ജേണലൈസിംഗ്, ജേണൽ എൻട്രീസ് എന്നീ 3 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൊമേഴ്സ് റിലേറ്റഡ് ആയ കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ ചാനൽ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു കോമാർട്ട്. നമ്മൾ ഇന്ന് ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേണലിനെ കുറിച്ചാണ്. പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ബേസിക് ആയ ഒരു സ്റ്റെപ്പാണ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ. സോ ആദ്യമായി നമുക്ക് ജേണലിന്റെ മീനിങ് ഡിസ്കസ് ചെയ്യാം. ഡേ എന്നർത്ഥം വരുന്ന ജേർ എന്ന പദത്തിൽ നിന്നാണ് ജേണൽ എന്ന വാക്ക് ഒറിജിൻ ചെയ്തത്. ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽഡ് റെക്കോർഡാണ് ജേണൽ. ക്രോണോളജിക്കൽ ഓർഡറിൽ അഥവാ ഡേറ്റ് വൈസായി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിലെ ഡെബിറ്റ് ആസ്പെക്റ്റിന്റെയും ക്രെഡിറ്റ് ആസ്പെക്റ്റിന്റെയും സഹായത്തോടെ ബിസിനസിന്റെ മുഴുവൻ ട്രാൻസാക്ഷൻസിന്റെയും കംപ്ലീറ്റ് ഹിസ്റ്ററി കാണിക്കുന്ന ഒരു ബുക്ക് ഓഫ് അക്കൗണ്ട് ആണ് ജേണൽ. ജേണലിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നും ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്നും കൂടെ വിളിക്കാറുണ്ട്. കാരണം ട്രാൻസാക്ഷൻസ് ഫോർ ഫസ്റ്റ് ടൈം അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ജേണൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് അക്കൗണ്ടിംഗ് പ്രോസസ്സിലെ അടുത്ത സ്റ്റെപ്പ്. ലെഡ്ജർ ആൻഡ് ലെഡ്ജർ പോസ്റ്റിങ്ങിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി പഠിക്കാം. അടുത്തതായി നമുക്ക് ജേണലിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമതായി, ജേണൽ ഈസ് എ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ട്രാൻസാക്ഷൻസ് പ്രാഥമികമായി ഓർ ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ. രണ്ടാമതായി, ജേണൽ ഈസ് എ ഡേ ബുക്ക്. അതായത് ജേണലിൽ ട്രാൻസാക്ഷൻസ് ഡെയിലി റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. മൂന്നാമതായി, ക്രോണോളജിക്കൽ ഓർഡറിലാണ് ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് ട്രാൻസാക്ഷൻസ് സംഭവിക്കുന്ന ഓർഡറിൽ. നാലാമത്തെ ഫീച്ചർ, ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് ജേണൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഓരോ ട്രാൻസാക്ഷനിലെയും രണ്ട് ആസ്പെക്ട്സ് ഐഡന്റിഫൈ ചെയ്ത് അതിൽ ഒരു ആസ്പെക്റ്റിനെ ഡെബിറ്റ് ചെയ്യുകയും രണ്ടാമത്തെ ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് ചെയ്യുകയുമാണ് ജേണലിൽ ചെയ്യുന്നത്. അഞ്ചാമത്തെ ഫീച്ചർ, യൂസ് ഓഫ് എക്സ്പ്ലനേഷൻ. ജേണലിൽ ജേണൽ എൻട്രിക്ക് താഴെ ആ എൻട്രിയുടെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നൽകണം. ഈ ബ്രീഫ് എക്സ്പ്ലനേഷനെ നറേഷൻ എന്നാണ് പറയുന്നത്. അവസാനത്തെ ഫീച്ചർ, ജേണൽ ഈസ് എ സബ്സിഡിയറി ബുക്ക്. അതായത് സിമിലർ നാച്ചറുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ജേണൽസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അടുത്തതായി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജേണൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ജേണലിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ജനറൽ ജേണൽ, രണ്ട് സ്പെഷ്യൽ ജേണൽ. ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ജേണലിനെയാണ് ജനറൽ ജേണൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ സിമിലർ നാച്ചറുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ജേണലാണ് സ്പെഷ്യൽ ജേണൽ എന്നറിയപ്പെടുന്നത്. സ്പെഷ്യൽ ജേണലിനെ 8 സബ്സിഡിയറി ബുക്കായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്പെഷ്യൽ ജേണലാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് റെസിപ്റ്റ്, ക്യാഷ് പേയ്മെന്റ് എന്നീ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ ജേണലാണ് ക്യാഷ് ബുക്ക്. രണ്ടാമത്തെ സ്പെഷ്യൽ ജേണലാണ് പർച്ചേസ് ഡേ ബുക്ക്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് പർച്ചേസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. സെയിൽസ് ഡേ ബുക്കാണ് മൂന്നാമത്തെ സ്പെഷ്യൽ ജേണൽ. ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് റെക്കോർഡ് ചെയ്യാനാണ് സെയിൽസ് ഡേ ബുക്ക് ഉപയോഗിക്കുന്നത്. നാലാമത്തെ സ്പെഷ്യൽ ജേണലാണ് ബിൽസ് റിസീവബിൾ ബുക്ക്. ബിസിനസ് റിസീവ് ചെയ്ത ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡീറ്റെയിൽസ് ആണ് ബിൽസ് റിസീവബിൾ ബുക്ക് റെക്കോർഡ് ചെയ്യുന്നത്. ബിൽസ് പേയബിൾ ബുക്കാണ് അഞ്ചാമത്തെ സ്പെഷ്യൽ ജേണൽ. ബിസിനസ് ആക്സെപ്റ്റ് ചെയ്ത ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡീറ്റെയിൽസ് ആണ് ബിൽസ് പേയബിൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. ആറാമത്തെ സ്പെഷ്യൽ ജേണലാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. ബിസിനസ് സപ്ലയേഴ്സിന് റിട്ടേൺ ചെയ്ത ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യാനാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക് ഉപയോഗിക്കുന്നത്. ഡെബിറ്റ് നോട്ടാണ് പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ്. ഏഴാമത്തെ സ്പെഷ്യൽ ജേണലാണ് സെയിൽസ് റിട്ടേൺ ബുക്ക്. കസ്റ്റമേഴ്സ് ബിസിനസ്സിന് റിട്ടേൺ ചെയ്ത ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് ആണ്
സെയിൽസ് റിട്ടേൺ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. ക്രെഡിറ്റ് നോട്ടാണ് സെയിൽസ് റിട്ടേൺ ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ്. എട്ടാമത്തെ സ്പെഷ്യൽ ജേണലാണ് ജേണൽ പ്രോപ്പർ. നേരത്തെ 7 ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ജേണലിലും റെക്കോർഡ് ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ് ജേണൽ പ്രോപ്പർ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് അസറ്റ് ഓൺ ക്രെഡിറ്റ്. ഈ ട്രാൻസാക്ഷൻ നേരത്തെ പറഞ്ഞ 7 ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ജേണലിലും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജേണൽ പ്രോപ്പറിലാണ് ഈ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുക. ഇനി നമുക്ക് ജേണലിന്റെ ഫോർമാറ്റ് നോക്കാം. 6 കോളമാണ് ജേണലിനുള്ളത്. ഡേറ്റ് കോളമാണ് ജേണലിന്റെ ഫസ്റ്റ് കോളം. ട്രാൻസാക്ഷൻസ് നടന്ന ഡേറ്റ് ആണ് ഈ കോളത്തിൽ കാണിക്കുന്നത്. ജേണലിന്റെ രണ്ടാമത്തെ കോളമാണ് പെർട്ടിക്കുലർസ് കോളം. ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യേണ്ട അക്കൗണ്ടുകളുടെ പേരും നറേഷനുമാണ് പെർട്ടിക്കുലർസ് കോളത്തിൽ കാണിക്കുക. ഫസ്റ്റ് ലൈനിൽ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടും സെക്കൻഡ് ലൈനിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടും കാണിക്കും. അതിന് താഴെ മൂന്നാമത്തെ ലൈനിലാണ് നറേഷൻ കാണിക്കേണ്ടത്. ജേണൽ എൻട്രിയെ കുറിച്ചുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനെയാണ് നറേഷൻ എന്ന് പറയുന്നത്. വൗച്ചർ നമ്പർ ആണ് ജേണലിലെ മൂന്നാമത്തെ കോളത്തിൽ കാണിക്കേണ്ടത്. ജേണലിലെ നാലാമത്തെ കോളമാണ് ലെഡ്ജർ ഫോളിയോ. ലെഡ്ജറിൽ എത്രാമത്തെ പേജിലാണ് ഈ പെർട്ടിക്കുലർ അക്കൗണ്ട്സ് പോസ്റ്റ് ചെയ്തത് എന്ന് കാണിക്കുന്നതിനാണ് ലെഡ്ജർ ഫോളിയോ കോളം ഉപയോഗിക്കുന്നത്. ജേണലിലെ 5ാമത്തെയും 6ാമത്തെയും കോളംസ് എമൗണ്ട് കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. 5ാമത്തെ കോളത്തിൽ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ എമൗണ്ടും 6ാമത്തെ കോളത്തിൽ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ എമൗണ്ടുമാണ് കാണിക്കുക. അടുത്തതായി നമുക്ക് ജേർണലൈസിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി നമുക്ക് ജേർണലൈസിങ്ങിന്റെ മീനിങ് നോക്കാം. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജേർണലൈസിംഗ് എന്ന് പറയുന്നത്. ക്രോണോളജിക്കൽ ഓർഡറിലാണ് പ്രോസസ് ഓഫ് ജേർണലൈസിംഗ് നടത്തുന്നത്. ജേർണലൈസിംഗ് ഒരു പ്രോസസ്സാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3 സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ജേർണലൈസിംഗ് പ്രോസസ്. ജേർണലൈസിംഗ് പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡ്യുവൽ ആസ്പെക്ട്സ്. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ പ്രകാരം ഏതൊരു ട്രാൻസാക്ഷനിലും 2 ആസ്പെക്ട് ഉണ്ടാവും. ഒരു റിസീവിംഗ് ആസ്പെക്റ്റും രണ്ടാമതായി ഒരു ഗിവിംഗ് ആസ്പെക്റ്റും. സോ ഓരോ ട്രാൻസാക്ഷനിലെയും 2 ആസ്പെക്ട്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് ജേർണലൈസിംഗ് പ്രോസസ്സിൽ ആദ്യമായി ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് റെക്കഗ്നിഷൻ ഓഫ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. ട്രാൻസാക്ഷനിലെ റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഈ ആസ്പെക്ട്സ് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് എന്ന് കണ്ടെത്തുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം ഒരു ആസ്പെക്ട് പേഴ്സണൽ അക്കൗണ്ടോ റിയൽ അക്കൗണ്ടോ നോമിനൽ അക്കൗണ്ടോ ആവാം. മോഡേൺ അപ്രോച്ച് അനുസരിച്ച് അക്കൗണ്ടുകളെ അസറ്റ് അക്കൗണ്ട്, ലാബിലിറ്റി അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട്, ഇൻകം അക്കൗണ്ട് എന്നിങ്ങനെ 5 ടൈപ്പായാണ് ക്ലാസിഫൈ ചെയ്യാറുള്ളത്. Last step in journalizing process is application of rules of debit and credit. ഒരു ട്രാൻസാക്ഷനിലെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്യാൻ ട്രഡീഷണൽ അപ്രോച്ചോ മോഡേൺ അപ്രോച്ചോ അപ്ലൈ ചെയ്യാം. ഈ 2 അപ്രോച്ചുകളെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്തതാണ്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഐകാർഡിൽ കൊടുത്തേക്കാം. ട്രാൻസാക്ഷനിലെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ അതിനെ ജേണലിലേക്ക് എടുത്തെഴുതുകയാണ് വേണ്ടത്. അവസാനമായി നമുക്ക് ജേണൽ എൻട്രീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ട്രാൻസാക്ഷൻസിനെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്ത് ജേണലിലേക്ക് എടുത്തെഴുതുകയാണ് ജേർണലൈസിംഗ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ട്രാൻസാക്ഷൻസ് ജേണലിലേക്ക് എടുത്തെഴുതി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ജേണൽ എൻട്രി. ജേണൽ എൻട്രീസിനെ 2 ടൈപ്സ് ആയി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ജേണൽ എൻട്രി ഈസ് സിമ്പിൾ ജേണൽ എൻട്രി. ഒരു ജേണൽ എൻട്രിയിൽ ഒരൊറ്റ ഡെബിറ്റ് ആസ്പെക്റ്റും ഒരൊറ്റ ക്രെഡിറ്റ് ആസ്പെക്റ്റും മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം ജേണൽ എൻട്രിയാണ് സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ക്യാഷ് അക്കൗണ്ട് എന്ന ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ജേണൽ എൻട്രി ഈസ് കോമ്പൗണ്ട് ജേണൽ എൻട്രി. ഒരു ജേണൽ എൻട്രിയിൽ ഒന്നിലധികം ഡെബിറ്റ് ആസ്പെക്റ്റോ ഒന്നിലധികം ക്രെഡിറ്റ് ആസ്പെക്റ്റോ അല്ലെങ്കിൽ ഒന്നിലധികം ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കൂടി ഉണ്ടെങ്കിൽ അത്തരം ജേണൽ എൻട്രിയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ലാൻഡ് അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ 2 ഡെബിറ്റ് ആസ്പെക്റ്റ് ഉണ്ട്, ക്യാഷ് അക്കൗണ്ടും ലാൻഡ് അക്കൗണ്ടും. സോ ജേണൽ ആൻഡ് ജേണൽ എൻട്രീസ് എന്ന
ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി മൊഡ്യൂളിലെ 6ാമത്തെ ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ്, പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ്, റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, ജേണൽ, ജേണലൈസിംഗ്, ജേണൽ എൻട്രി എന്നീ മേജർ ടോപ്പിക്സ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ടോപ്പിക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലതും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.